നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് സെന്ററിൽ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്ത ടോറസ് ലോറി നിർത്താതെ പോയി. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ ബ്ലോക്ക് ഓഫീസ് റോഡിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റാണ് ടോറസ് ലോറി ഇടിച്ചു തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30യോടെയായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് രണ്ടായി ഒടിഞ്ഞു. ഇതോടെ ഞായറാഴ്ച പകൽ മുഴുവൻ കൂറ്റനാട് ടൗണിൽ വൈദ്യുതി തടസ്സം നേരിട്ടു. കുലുക്കല്ലൂർ വണ്ടുംതറ ഇടക്കടവ് പാതയിൽ റോഡരികിൽ മാലിന്യം തള്ളുന്നത് രൂക്ഷം. ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങി. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ വണ്ടുംതറ ഇട്ടക്കടവ് പാതയിലെ വണ്ടുംതറ ക്രഷറിന് സമീപത്താണ് പാതയോരത്ത് വലിയ തോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. രാത്രിയുടെ മറവിലാണ് ഇവിടെ മാലിന്യം തള്ളുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കെട്ടിടാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് റോഡരിയിൽ തള്ളിയിരിക്കുന്നത്. ചാക്കിലും ബാഗിലുമെല്ലാം ആക്കിയ നിലയിലാണ് ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ളത്. ആൾതാമസം കുറവായതിനാൽ മാലിന്യം തള്ളിയത് ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല. നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന പാതയോരത്തു കൂടിയാണ് ഈ വിധത്തിൽ മാലിന്യം തള്ളിപ്പോയിരിക്കുന്നത്. മാലിന്യത്തിനുള്ള ദുർഗന്ധം മൂലം പ്രദേശവാസികൾ ദുരിതത്തിലുമാണ്. മാലിന്യങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന തെരുവുനാരുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. കൂറ്റനാട് സെന്ററിന് സമീപം KSRTC ബസ്സിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് കാറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. ഞായറാഴ്ച രാവിലെ 11:30യോടെ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം. പട്ടാമ്പിയിൽ നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും പൊന്നാനിയിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇന്നോവ കാറിലും ഇടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണ തൊഴിലാളി പെൻഷൻ സംഘ് BMSന്റെ പട്ടാമ്പി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സലിം തെന്നിലാപുരം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളി പെൻഷൻ സംഘ് BMSന്റെ പട്ടാമ്പി മേഖലാതല കൺവെൻഷനാണ് പട്ടാമ്പി മാരാർജി ഭവനിൽ വെച്ച് നടത്തിയത്. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ബസ് തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള തൊഴിലാളികൾ എന്ന് പറയുന്നത് രാജ്യത്തെ തൊഴിലാളികളുടെ എണ്ണത്തിൽ 60% വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള തൊഴിലാളികളാണെന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു നിയമം, രാജ്യത്തെ ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി നിയമം. ഇപ്പൊ നേരത്തെ ESI ഒക്കെ ഉണ്ടായിരുന്നത് വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കായിരുന്നു. ഈ കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ പാസാക്കിയ നിയമം അനുസരിച്ച് രാജ്യത്തെ എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും ESI ബാധകമാണ്. ചെറിയ ഒരു തുക ESIയിലേക്ക് നമ്മൾ അടച്ചാൽ നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിക്കും കുടുംബത്തിലെ ആളുകൾക്കും ചികിത്സ ലഭ്യമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ് ESI എന്ന് പറയുന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്ന പദ്ധതി. അത് രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ബാധകമാണ്. നമ്മുടെ രാജ്യത്തെ മിനിമം അസംഘടിത തൊഴിലാളി മേഖലയിലെ മിനിമം വേതനം എന്ന് പറയുന്നത് 18,000 രൂപയായിരുന്നു. അത് 21,000 രൂപയാക്കി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. അങ്ങനെ നിരവധിയായ അതിന്റെ മുഴുവൻ ഇപ്പോൾ വന്നതാണ്. അവർ മുഴുവൻ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഗുണകരമായിട്ടുള്ള പല പദ്ധതികളും നടപ്പിലാക്കിയ നിയമത്തിലുണ്ട്. തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളും വ്യവസായ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചും ഒക്കെ തന്നെ നിരവധിയായ തൊഴിലാളി സംഘടനകളെയും തൊഴിലാളികളെയും ഗുരുതരമായി ബാധിക്കുന്ന നിയമങ്ങൾ അതിലുണ്ട്. നാരായണൻകുട്ടി അധ്യക്ഷനായിരുന്നു. അറുമുഖൻ, UP രാമദാസ്, ഉണ്ണികൃഷ്ണൻ, ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആശാരിപ്പണിക്കിടെ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. പാലക്കാട് മങ്കര കല്ലൂർ സ്വദേശി അമ്പലപ്പടി വീട്ടിൽ രവിചന്ദ്രൻ എന്ന രവിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്കായിരുന്നു അപകടം. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം കെട്ടിട നിർമ്മാണത്തിന്റെ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് സ്ക്രൂ ചെയ്യുമ്പോൾ ഷോക്ക് ഏൽക്കുകയായിരുന്നു. കുഴഞ്ഞു വീണ രവിചന്ദ്രനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തലയെടുപ്പോടെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ വീണ്ടും ഭക്തർക്കും ആനപ്രേമികൾക്കും കാഴ്ച വിസ്മയം പകരും. നവീകരിച്ച പ്രതിമയുടെ സമർപ്പണം നടത്തി. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സമർപ്പണം നിർവഹിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്കിൽ ദീപം പകർന്നു. പ്രതിമയുടെ മസ്തകത്തിൽ കളഭം ചാർത്തി കഴുത്തിൽ നെയിം പ്ലേറ്റ് അണിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ശില്പി എളവള്ളി നന്ദൻ തുടങ്ങി നിരവധി പേർ സമർപ്പണ ചടങ്ങിൽ പങ്കാളികളായി. 3 വർഷം മുമ്പ് നവീകരണം നടത്തിയ പ്രതിമയ്ക്ക് കേശവനുമായി രൂപസാദൃശ്യമില്ലെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് പുനർനിർമ്മിച്ചത്. പത്മനാഭന്റെ പ്രതിമ നിർമ്മിച്ച ശില്പി നന്ദൻ എളവള്ളിയുടെ നേതൃത്വത്തിൽ
12ഓളം പേർ ചേർന്ന് 4 മാസമെടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. നവീകരണത്തിന് ചെലവായ 10 ലക്ഷം രൂപ തൃത്താല കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ വഴിപാടായി നൽകി. പ്രതിമ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും വഴിപാടുകാരെയും ദേവസ്വം ഉപഹാരം നൽകി ആദരിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന P. വാസുദേവനെ പള്ളിപ്പുറത്ത് അനുസ്മരിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായ MP രാജേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരുതൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന P. വാസുദേവനെയാണ് പള്ളിപ്പുറത്ത് അനുസ്മരിച്ചത്. അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം ഒരുക്കിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായ MP രാജേഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പലരും സാധാരണ മനുഷ്യരൊക്കെ മരണത്തോടുകൂടി തന്നെ അവരുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുമെന്നല്ലാതെ മറ്റുള്ളവരുടെയൊക്കെ ഓർമ്മയിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടു പോകും. അത് സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ആളുകളുടെ ഓർമ്മയിൽ എക്കാലത്തും നിലനിൽക്കുന്നതിൻ്റെ കാരണം ജീവിച്ചിരിക്കുമ്പോൾ അവർ നടത്തിയ പ്രവർത്തനങ്ങളാണ്, ഈ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകളാണ്. അതിൻ്റെ പേരിലാണ് അവരെ അനുകൂലിച്ചവരും എതിർത്തവരുമെല്ലാം പിന്നീടും അവർ ഓർമ്മിക്കുന്നത്. ഇപ്പോൾ വാസുദേവനെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി അനുകൂലിച്ചവർ മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ പിന്തുണച്ചവർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ നഖശികാന്തം എതിർത്തവരുടെ പോലും മനസ്സിൽ അദ്ദേഹമുണ്ട്. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. അത് ജീവിച്ചിരിക്കുമ്പോൾ സമൂഹത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, അത് ആർക്കും മായ്ച്ചു കളയാനാവാത്ത ഒന്നായിട്ട് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം TK നാരായണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. CPM കുളമുക്ക് ലോക്കൽ സെക്രട്ടറി T. സുധാകരൻ അധ്യക്ഷനായിരുന്നു. പരുതൂർ ലോക്കൽ സെക്രട്ടറി PK ചെല്ലുക്കുട്ടി, KC അലി ഇക്ബാൽ, M. ശങ്കരൻകുട്ടി, ശോഭ, ഹരിനാരായണൻ മറ്റു നേതാക്കളും പങ്കെടുത്തു. പട്ടാമ്പി കീഴായൂർ അക്ഷരാശ്രമത്തിൽ സത്യസായി ജയന്തി ആഘോഷിച്ചു. സാഹിത്യകാരൻ PR നാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പട്ടാമ്പി അക്ഷരാശ്രമത്തിൽ സത്യസായി ബാവയുടെ 100ാം ജന്മദിനാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത്. രാവിലെ ഓങ്കാരം, സുപ്രഭാതം, നഗരസങ്കീർത്തനം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു. കൂടാതെ സഹസ്രനാമാർച്ചന, സ്റ്റഡി സർക്കിൾ, ഭജന, പ്രഭാഷണം എന്നിവയും നടന്നു. പ്രമുഖ സാഹിത്യകാരൻ PR നാഥനാണ് പ്രഭാഷണം നടത്തിയത്. കുടുംബാംഗങ്ങൾക്ക് പ്രേമയോജന കിറ്റുകളും വിതരണം ചെയ്തു. പട്ടാമ്പിയിലെ സായി പ്രവർത്തകരും പരിപാടികളിൽ പങ്കെടുത്തു. അതിനു പകരം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്ന കാര്യമാണ് ഭഗവാൻ ബാബ പറഞ്ഞത്. അദ്ദേഹത്തെ കണ്ടു വന്നതിനർത്ഥം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ധാരാളം പേര് ഭഗവാന്റെ ഭക്തരായിട്ടുണ്ട്. കൂടുതൽ ഭക്തന്മാരും ആകാശത്തിന് ഭസ്മമെടുത്തു, ശരിക്കുള്ള ഭസ്മാണോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ ജന്മയുടെ ഇഷ്ടം. ഒരു ബന്ധുക്കാരൻ, എൻ്റെ ഏറ്റവും അടുത്ത് ബന്ധമുള്ളൊരു ബന്ധുക്കാരൻ എന്നെ വിലയിരുത്തിയതാണ്. ചായ കുടിക്കരുത്, കാപ്പി കുടിക്കരുത്, കള്ളു കുടിക്കരുത് എന്നൊക്കെ പറയും. അതൊക്കെ കുടിക്കും ചെയ്യും. എന്നെ പറ്റി വിലയിരുത്തരുത്. ഒറ്റ വരിയിൽ കഴിഞ്ഞേ. ഞാൻ ചായ കുടിക്കണ്ടെന്നും കാപ്പി കുടിക്കണ്ടെന്നും ഞാൻ പറയാറുമില്ല, പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ കഴിക്കും ചെയ്യും. എവിടുന്ന് കിട്ടിയതായി ഇൻഫർമേഷൻ? ഇതുപോലൊരു വിലയിരുത്തലും മഹാത്മാക്കളെ കുറിച്ചും പറയും. ആദ്യം ആകാശം ചെപ്പടി വിദ്യ കാണിച്ച് ഭസ്മെടുത്തു. അതായത് കണ്ടോരു സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്തു. ചെപ്പടി വിദ്യ കാണിച്ച് ആയിക്കോട്ടെ. എത്ര നന്മകളാണ് പുട്ടപർത്തി എന്നുള്ളത് ഗ്രാമത്തിൽ. കൂറ്റനാട് എളവാതുക്കൽ ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. കാലത്ത് 10-ന് കുടിവെപ്പ്, തുടർന്ന് ഉച്ചപൂജ, മേളം, പാട്ട് എന്നിവ നടന്നു. വൈകിട്ട് 3:30 പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്ക് പറമ്പിലേക്ക് പുറപ്പെട്ടു. രാത്രി 7-ന് ദീപാരാധന, 9-ന് തായമ്പക, 10-ന് അയ്യപ്പൻ പാട്ട് എന്നിവയ്ക്ക് ശേഷം അന്നദാനമുണ്ടായി. പുലർച്ചെ നടന്ന പൊലിപ്പാട്ട്, തിരിയൊഴിച്ചിൽ, വെട്ടുംതട, കനൽച്ചാട്ടം, ഗുരുതി തർപ്പണം എന്നിവയോടെ ദേശവിളക്കിന് സമാപനമായി. വിളത്തൂർ PP സുബ്രഹ്മണ്യ പൂജാരിയും സംഘവുമായിരുന്നു വിളക്കു പാർട്ടി.
ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.